السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കിയത് ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പിന്നിലാണ്. ആ ലക്ഷ്യം എന്താണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തിയതുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിനും അവന്റെ മുമ്പിൽ ഒരു ലക്ഷ്യം നിർബന്ധമാണ്. അത് ദുനിയാവിന്റെ വിഷയത്തിലായിക്കോട്ടെ, ആഖിറത്തിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഒരു ലക്ഷ്യം അവന് നിർബന്ധമാണ്. ഒരു മനുഷ്യൻ അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് എന്റെ ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ഇസ്ലാമിന്റെ കയ്യിൽ അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ഇസ്ലാമിന് അതിന് വ്യക്തമായ മറുപടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യവും ആ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള മാർഗവും വ്യക്തമാക്കാതെ വെറുതെ ഒരു സംഹിതയെ അല്ലാഹു അങ്ങ് പടച്ചുവിട്ടതല്ല. വ്യക്തമായി മനുഷ്യനെ അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ പിന്നിൽ നിനക്കൊരു ലക്ഷ്യമുണ്ടെന്ന് അല്ലാഹു പഠിപ്പിക്കുകയും ആ ലക്ഷ്യം എന്താണ് എന്നും ഏതൊരു കാര്യമാണ് ആ ലക്ഷ്യം നിറവേറാൻ നീ ചെയ്യേണ്ടത് എന്നും അല്ലാഹു ബോധ്യപ്പെടുത്തി. അല്ലെ, അല്ലാഹു ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എല്ലാവരും നിർബന്ധമായിട്ടും ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു ആയത്താണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആര് നമ്മളോട് എന്തിനാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, ഖലാസ്, വേറൊന്നും പറയാനില്ല, വേറെ വിശദീകരണത്തിനൊന്നും ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ ഈ ജീവിക്കുന്നത്, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒറ്റ മറുപടി, ഖലാസ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. രണ്ടാമത് നമ്മൾ നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ട രണ്ടാമത്തെ ആയത്ത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് ഓതേണ്ട, ഇടയ്ക്കിടയ്ക്ക് നാം നമ്മോട് തന്നെ സംസാരിക്കേണ്ട ഒരു ആയത്ത്. അല്ലദീ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലാഹു സൂറത്തിൽ അങ്ങനെയാ തുടങ്ങിയത്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഏതൊരുവന്റെ കയ്യിലാണോ ആധിപത്യം സർവ്വതുമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കും. സർവ ആധിപത്യവും അവന്റെ കയ്യിലാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു അവന്റെ
മുൽക്കിയത്തും അവന്റെ ഖൽഖിയത്തും സ്ഥിരപ്പെടുത്തി ഒന്നാമത്തെ ആയത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവന്റെ കയ്യിലാണ് സർവ്വ ആധിപത്യം. രണ്ടാമത് പറഞ്ഞു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ആയത്ത്. എപ്പോഴും ഖുർആൻ ഓതുമ്പോൾ, ഖുർആനിന്റെ ആയത്ത് പഠിക്കുമ്പോൾ അതിന്റെ മുമ്പുള്ള ആയത്തും ശേഷമുള്ള ആയത്തും നിർബന്ധമായിട്ട് വായിക്കണം. വെറുതെ ആ ആയത്ത് മാത്രം നോക്കി പോകരുത്. അള്ളാഹു എവിടെയാണ് ഇത് പറഞ്ഞത്? ഖുർആന്റെ പഠനം അങ്ങനെയാവണം. അള്ളാഹു എവിടെയാണ് ഈ ആയത്ത് പറഞ്ഞത്? ഏത് സൂറത്തിലാണ്? ആ സൂറത്തിന്റെ പേരെന്താണ്? ആ സൂറത്തിന്റെ ഏത് വിഷയം സംസാരിക്കുമ്പോഴാണ് അള്ളാഹു ഈ വിഷയം പറഞ്ഞത്? വലിയ ബന്ധമുണ്ട്. വെറുതെ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ഖുർആൻ ചെയ്യുന്നത്. ഏതൊരു കാര്യം എവിടെ പറയണമെന്ന് സൂക്ഷ്മമായിട്ട് അള്ളാഹു അറിഞ്ഞ് സംസാരിക്കുകയാണ് ഖുർആൻ. ഇവിടെ അള്ളാഹുവിന്റെ ആധിപത്യത്തെ പറഞ്ഞു, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ് അല്ലദീ, ഇനി അവൻ എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്കറിയണമോ? ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു അവൻ. ഇങ്ങനെയുള്ളവൻ മരണത്തെ സൃഷ്ടിച്ചു. വൽ ഹയാത, ജീവിതത്തെയും സൃഷ്ടിച്ചു. എന്ത് ചെയ്യണം? എന്റെ ജീവിതം എന്താണ്? ഇതിന്റെ പിന്നിൽ എന്ത് ലക്ഷ്യമാണുള്ളത്? ഞാൻ കുറെ കാലമായി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്, കുറെ കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് ഇന്ന് നരബാധിച്ച്, ഇന്ന് ശരീരങ്ങളെ ശോഷിച്ച്, എല്ലുകൾക്ക് ബലക്ഷയം ബാധിച്ച് ഞാൻ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ വളരെ സൂക്ഷ്മമായ ഒരു ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും അവൻ സൃഷ്ടിച്ചു. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. അപ്പൊ ഈ ചോദ്യം ചോദിച്ചവന്റെ മുമ്പിൽ അവന് ലക്ഷ്യമോദ്യപ്പെട്ടു. അവന്റെ ജീവിതം പരീക്ഷണമാണ്. എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. ഞാൻ പരീക്ഷാ ഹാളിലാണ്. അവനുള്ള ഒരു മറുപടി കിട്ടി. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോ അവനുള്ള മറുപടി കിട്ടി. എന്താണ്? നീ പരീക്ഷണത്തിലാണ്. നിന്റെ നടത്തം, നിന്റെ ഇരുത്തം, നിന്റെ നോട്ടം, നിന്റെ ചിന്ത, നിന്റെ സംസാരം, നിന്റെ സർവ്വതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു ഖൗലും രേഖപ്പെടുത്താതെയില്ല. ഒരു ഖൗലും, നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സർവ്വതും രേഖയാണ്. റഖീബ് അതീദ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ നിരീക്ഷണത്തിലാണ്, വ്യക്തമായ നിരീക്ഷണം. ക്യാമറ കണ്ണുകൾ നിന്നെ പിന്തുടരുന്നു. ഇരുട്ടിലും പകലിലും, രാത്രിയിലും പകലിലും, ഇരുട്ടത്തും വെളിച്ചത്തും, അകത്തും പുറത്തും എപ്പോഴും നിന്നെ പിന്തുടരുന്നു ഒരാൾ. അന്ന് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിട്ടപ്പെടുത്താണ്. നിന്റെ സർവ്വ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ. ലിയബ്ലുവക്കും, നീ പരീക്ഷണത്തിലാണ്. ഇത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യന്റെ അടുത്ത ചോദ്യം, ഇത് ബോധ്യപ്പെട്ടു, ഞാനൊരു പരീക്ഷണ വസ്തുവാണ്, എന്നെ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ എന്ത് ചെയ്യണം? ഈ പരീക്ഷണത്തിൽ ജയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്വാഭാവിക ചോദ്യം. ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ സ്പഷ്ടമായ പഠന രീതി അല്ലാഹു ബോധ്യപ്പെടുത്താണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞയച്ച് ഒരു മനുഷ്യന് എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ വകുപ്പില്ലാത്ത രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ക്ലിയർ ആക്കാണ്. പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനോട് അല്ലാഹു പറയുന്നു, എന്താണ് പരീക്ഷണമെന്നല്ലേ നിന്റെ ഇപ്പോഴത്തെ ചിന്ത? അയ്യുക്കും അഹ്സനു അമല, അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാണ് പരീക്ഷിക്കുന്നത്. ക്ലിയർ ആയി. ഇനി സ്റ്റാർട്ട് ചെയ്തോ, ഇനി നീ തുടങ്ങിക്കോ. നീ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലായി. നീ നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാമെന്ന് മനസ്സിലായി.
പരീക്ഷണത്തിൽ ജയിക്കാൻ നീ ചെയ്യേണ്ടത് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുക എന്നതും ബോധ്യപ്പെട്ടു. ഇനി അവന്റെ മുന്നിൽ ഒന്നേ ഉള്ളൂ, അഹ്സനു അമൽ ഏതാണെന്ന് അവൻ പഠിക്കുക. അഹ്സനു അമൽ ഏതാണെന്ന് അവൻ തേടുക, അവൻ കണ്ടെത്തുക. ഞാൻ ഈ ഭൂമിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഏറ്റവും നല്ല കർമ്മങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, അതിന്റെ പിന്നിലാണ് നിരീക്ഷണമെന്നും എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഞാൻ ചെയ്യേണ്ടത് ഏറ്റവും നല്ല കർമ്മം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കർമ്മം ഏതാണെന്ന് പഠിക്കണം. കർമ്മം ഏതാണെന്ന് പഠിക്കണം, അതിനെക്കുറിച്ച് തേടണം. അത് അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, ഫഅലം, നീ അറിയണം. ഒന്നാമത് ഈ ആയത്ത് ബോധ്യപ്പെട്ട ഒരു വ്യക്തി, ഈ ആയത്ത് ബോധ്യപ്പെട്ട് എന്താണ് അഹ്സന അമൽ എന്ന് തേടുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹു അടുത്ത ആയത്ത് പറയുന്നു, ഫഅലം, നീ അറിയണം. ആദ്യം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഇലാഹാണെന്നതിന് നീ അറിയണം. നീ അറിയണം, നീ പഠിക്കണം. നീ പഠിക്കണം, വെറുതെ ചൊല്ലിയാ പോരാ, നീ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നീ പഠിക്കണം, അതിന്റെ പിന്നിൽ നീ ചിന്തിക്കണം. അതാണ് ഒന്നാമത്തെ അഹ്സനു അമൽ. ഒന്നാമത്തെ അഹ്സനു അമൽ തൗഹീദ് പഠിക്കലാണ്. തൗഹീദ് പഠിക്കലാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കലാണ്. മഅരിഫത്തുൽ അബ്ദി, എന്താ ബാക്കി നിങ്ങൾ പറയണം, നിങ്ങൾ സലാഹുദ്ദീൻ ജോലിന്റെ ശിഷ്യന്മാരാണ്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഇതൊക്കെ നിർബന്ധമായിട്ടും ചൊല്ലി പഠിക്കുന്ന സംഗതിയാണ്. നിങ്ങൾ വയത് കേട്ടോണ്ടിരിക്കേണ്ട സമയം കഴിഞ്ഞു, വയത് കേൾക്കേണ്ട സമയം കഴിഞ്ഞു. കുറെ കാലം കേട്ടു, ഇനി പഠിക്കണം, ഇനി പഠിക്കണം. ഈ ആഴ്ചകളൊക്കെ പഠിക്കണം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ശാന്തത നൽകുന്ന ആയത്തുകൾ, എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെ ഉണർത്തുന്ന ആയത്തുകൾ, എപ്പോഴും പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് പിടിച്ചു വെക്കണം ഈ ആയത്തുകൾ. പണ്ഡിതന്മാര് ആദ്യത്തെ അറിവായിട്ട് പറഞ്ഞു, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, അടിമ ഉടമയെ പഠിക്കണം. അല്ലാഹുവിനെ പഠിക്കാതെ, അല്ലാഹുവിനെ ആഴത്തിൽ അറിയാതെ ഒരാൾക്ക് അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള അഗാധമായ ഇൽമേ ഒരു മനുഷ്യനെ എപ്പോഴും സ്റ്റഡി ആയിട്ട് നിർത്തുള്ളൂ. അല്ലാഹുവിനെ സംബന്ധിച്ച അജ്ഞതയാണ് എപ്പോഴും മനുഷ്യനെ വ്യതിചലനത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അജ്ഞത. ആരാണ് എന്റെ റബ്ബ്? ആരാണ് എന്റെ അല്ലാഹു? നമ്മൾ അല്ലാഹ് എന്ന് വിളിക്കുന്ന എന്റെ റബ്ബ് ആര്? അവന്റെ വലുപ്പം എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. തീരോ? പഠിച്ചാൽ തീരോ? അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ തീരുമില്ല. അത് ഹൃദയത്തിൽ എപ്പോഴും 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 ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ നിസ്കാരത്തില് ചൈതന്യമുള്ള നിസ്കാരമായി മാറും. നമ്മളുടെ നടത്തം അത് വല്ലാത്ത വഖാറുള്ള നടത്തമായി മാറും. നമ്മുടെ സംസാരം അത് വലിയ മാസ്മരികമായ ശക്തിയുള്ള സംസാരമായി മാറും. നമ്മുടെ സ്വഭാവം അത് ഖുർആൻ പറഞ്ഞ സ്വഭാവമായി മാറും. അല്ലാഹുവിനെ അറിഞ്ഞവൻ, അല്ലാഹുവിനെ പഠിച്ചവൻ, അല്ലാഹുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടാക്കിയവൻ, ഒന്നാമത്തെ അഹ്സനു അമൽ അതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുമായി ബന്ധപ്പെട്ട അമലുകൾ, അല്ലാഹുമായി ബന്ധപ്പെട്ട ഇൽമുകൾ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷക്കാലം തൗഹീദ് പഠിപ്പിക്കുമ്പോഴും സഹാബാക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ദുനിയാവിന്റെ ഹഖാറത്ത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. കാരണം എപ്പോഴും അല്ലാഹുവിനെ സ്ഥാപിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവണമെങ്കിൽ അവിടെ മറ്റൊന്നിന് സ്ഥാനമില്ലാതിരിക്കണം. രണ്ടും ഒരേ സ്ഥലത്തിരിക്കൂല. ദീനും ദുനിയാവും മനസ്സിൽ ഒരുപോലെ സ്ഥാനം പിടിക്കൂല, ഒരുപോലെ സ്ഥാനം പിടിക്കൂല. ദുനിയാവിനെ നമ്മൾ പുറത്ത് വെച്ചാലേ ദീന് ഹൃദയത്തിൽ ഇരിക്കൂ.
ദുനിയാവിനെ നമ്മൾ പുറത്തു വെച്ചാലേ ദീൻ ഹൃദയത്തിൽ കയറൂ. നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാൾക്കേ സ്ഥാനമുള്ള ഹൃദയത്തിൽ, ഒരാൾക്കേ സ്ഥാനമുള്ള ഹൃദയത്തിൽ. ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യത്തിൽ എഴുതി ഒരുപാട് ഹദീസുകൾ വിശദീകരിക്കാൻ പോകുന്ന ആ കിതാബിന്റെ ആദ്യത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതി. ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. അദ്ദേഹം പറയാണ്, ഇന്ന ലില്ലാഹി തീർച്ചയായും അല്ലാഹുവിനുണ്ട് ഇബാദൻ ഫൂതന ചില സച്ചരിതരായ അടിമകൾ. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, സച്ചരിതരായ അടിമകൾ. അവർ ത്വലാഖ് ചെയ്തു, അവർ ഒഴിവാക്കി ദുനിയാവിനെ. ദുനിയാവിന്റെ ഫിത്ന പേടിച്ചിട്ട് അവർ ദുനിയാവിനെ ത്വലാഖ് ചെയ്തവരാണ്, ദുനിയാവിനെ ത്വലാഖ് ചെയ്ത് ഒഴിവാക്കിയവരാണ്. نظروا فيها فلما علموا نظروا അവർ നോക്കി ഫീഹാ ആ ദുനിയാവിലേക്ക് അവർ നോക്കി فلما علموا അപ്പോൾ അവർ അറിഞ്ഞു, അവർക്ക് ബോധ്യപ്പെട്ടു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന അത് ജീവിക്കാനുള്ള ഇടമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് ജീവിച്ച് തീർക്കാനുള്ള ഒരിടമല്ല എന്നും രസിക്കാനുള്ള ഒരിടമല്ല എന്നും അവർക്ക് ബോധ്യപ്പെട്ടു. അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജീവിക്കാനുള്ള ഒരു വതനല്ല, ഒരു നാടല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ ജഅലൂഹാ അവർ അതിനെയാക്കി ലുജ്ജതൻ ഒരു കടലാക്കി. അങ്ങനെ ദുനിയാവിനെ അവരൊരു കടലായി കണ്ടു. ആർത്തിരമ്പുന്ന തിരമാലകളുള്ള, വിഴുങ്ങാൻ കാത്തിരിക്കുന്ന തിരമാലകളുള്ള, അകപ്പെട്ടു പോയാൽ പിച്ചി ചീന്താൻ കാത്തിരിക്കുന്ന പടുകൂറ്റൻ മത്സ്യങ്ങളുള്ള, വലിയ പേടിപ്പെടുത്തുന്ന ഭീകരന്മാരായ തിരമാലകളുള്ള സമുദ്രമായി അവർ ആ ദുനിയാവിനെ കണ്ടു. എന്നിട്ടോ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സ്വാലിഹൽ അഅമാൽ അവർ അമൽ സ്വാലിഹാത്തുകളെ ഫീഹാ സൂഫുന കപ്പലുകളാക്കി. എന്നിട്ട് അവർ അതിൽ സഞ്ചരിച്ചു. അമൽ സ്വാലിഹാത്തുകളെ ഈ ആർത്തിരമ്പുന്ന കടലിൽ കപ്പലുകളാക്കി അവർ കണ്ടു. എന്നിട്ട് ആ അമൽ സ്വാലിഹാത്ത് വഴി അവർ സഞ്ചരിച്ചു, കടലിന്റെ ഭീകരതയിൽ പെടാതിരിക്കാൻ. ദുനിയാവ് ജീവിക്കാൻ ഇടമല്ല എന്ന് ബോധ്യപ്പെട്ട ചില സച്ചരിതരായ അടിമകൾ. ഹൃദയത്തിൽ ഒന്നെങ്കിൽ ദുനിയാവ് അല്ലെങ്കിൽ ദീൻ. അല്ലെ, നമ്മൾ ദുനിയാവും ദീനും ഒരുപോലെ കൊണ്ടുപോകുന്ന ആളുകളാണ്. അങ്ങനെ ചിലരങ്ങനെ പറയാം, നമ്മള് ദുനിയാവും ദീനും ഒരുപോലെയല്ല, ഒരുപോലെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല. അത് വെറുതെ ഒരു അലങ്കാരിക സംസാരമാണ്, ഒരു അലങ്കാരത്തിന് നമുക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ ആപേക്ഷികമായി പറയാം. ഒരിക്കലും ദുനിയാവും ദീനും ഒരുപോലെ ഹൃദയത്തിൽ കടക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായി. ഹസീറിൽ കടന്നപ്പോൾ, പായിൽ കടന്നപ്പോൾ ശരീരത്തിൽ പാടുകൾ ഉണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, താങ്കൾക്ക് നമ്മളൊരു വിരിപ്പ് വിരിച്ചു തരട്ടെ നബിയെ, ഒരു വിരിപ്പ് വിരിച്ചു തരട്ടെ നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാലി വലിദ്ദുനിയ, മാലി വലിദ്ദുനിയ, എനിക്കും ഈ ദുനിയാവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഞാനും ഈ ദുനിയാവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്. കറാഖിബിൻ, ഒരു യാത്രക്കാരനെ പോലെയല്ലാതെ, ഇല്ലാ കറാഖിബിൻ, ഒരു യാത്രക്കാരനെ പോലെയല്ലാതെ, യസ്തദില്ലു, അവൻ തണൽ കൊള്ളുന്നു ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ, എന്നിട്ട് അവൻ മടങ്ങി പോകുന്നു. അതുപോലെയുള്ളൂ ഞാനും ദുനിയാവും. അതുകൊണ്ട് വിരിപ്പിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവർ ദുനിയാവിനെ അങ്ങനെ കണ്ടു. പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ വ്യക്തമായി അള്ളാഹു ഉപമിച്ചു തന്നു. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് എത്രത്തോളം നിസ്സാരമായിട്ട് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊണ്ടുവരണമെന്ന് അള്ളാഹു ഒരുപാട് ആയത്തുകളിൽ വ്യത്യസ്തങ്ങളായ ഉപമയിലൂടെ പഠിപ്പിച്ചു. അള്ളാഹു പറയാണ് സൂറത്തുൽ അൻആം 32-ാമത്തെ ആയത്ത്, വമൽ ഹയാത്തുദ് ദുനിയ ദുനിയാവല്ല എന്തല്ല ഇല്ലാ ലഇബുൻ വലഹു, കളിയും തമാശയും അല്ലാതെ മറ്റൊന്നുമല്ല. സീരിയസ് അല്ല എന്നർത്ഥം. ദുനിയാവ് സീരിയസ് അല്ല. ദുനിയാവ് കാര്യമായിട്ട് എടുക്കേണ്ട സംഗതിയേ അല്ല. ദീന് മാത്രമേ കാര്യമായിട്ട് എടുക്കേണ്ടുള്ളൂ. ദുനിയാവിൽ കളിയാണ്, തമാശയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ് ദുനിയാവിന്റെ അധികവും അങ്ങനെയാണ്. അതിനെ വിശദീകരിച്ച് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ആയത്തിന്റെ വിശദീകരണം, അദ്ദുനിയ മൽഊന വമൽഊന മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ ഔ ആലിമുൻ ഔ മുതഅല്ലിമുൻ. ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ള സർവ്വതും ശപിക്കപ്പെട്ടതാണ്. എന്തൊഴികെ? ഇല്ല ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ ഒഴികെ. ഔ വാലാ, വാലാ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത്, അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ടത് ഒഴികെ. ഔ ആലിമുൻ ഔ മുതഅല്ലിമുൻ, ഇൽമ് പഠിച്ചവനും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവനും ഒഴികെ. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണമായി. ഇതല്ലാത്ത ബാക്കിയെല്ലാം കളിയും തമാശയുമാണ് എല്ലാം. അതേ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് ആലോചിക്കും, ഇന്ന് കളിയും തമാശയുമായി ദുനിയാവിനെ നമ്മൾ കാര്യമായി എടുത്തു. കാര്യമായ ദീനിനെ നമ്മൾ കളിയും തമാശയുമായി എടുത്തു. അതാണ് യാഥാർത്ഥ്യം. അതല്ല പറഞ്ഞു, കല്ലാ നിസ്സംശയം തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, വതദറൂനൽ ആഖിറ, നിങ്ങൾ ആഖിറത്തെ നിങ്ങൾ ഒഴിവാക്കുന്നു. വീട്ടിൽ പരീക്ഷ കഴിഞ്ഞു, കുട്ടി വീട്ടിലെത്തി. ഒരു റിയാലിറ്റി പറയാം. പരീക്ഷ കഴിഞ്ഞു, SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറി വന്ന മറ്റൊരുത്തെ കാണുന്നത് എല്ലാവരും വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, +2 കഴിഞ്ഞ് വന്ന മോന് ഒരു വിഷയത്തിൽ തോറ്റു കിടക്കുക. വലിയ പ്രതീക്ഷയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാരന്റ്സ്. ഒരു വിഷയത്തിൽ തോറ്റിട്ടാണ് ചങ്ങാതി വന്നത്. എല്ലാവർക്കും ഒരു മ്ലാനത മുഖത്ത്. ഉമ്മാന്റെ മുഖത്തൊരു സുഖമില്ല, ഉപ്പാന്റെ മുഖത്തും ഒരു സുഖമില്ല. ചെക്കനാണെങ്കിൽ എല്ലാരും കുറ്റം പറഞ്ഞൊരു വശത്താക്കിയിരിക്കുക, ഓരോ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഭയങ്കര മൂകത നിറഞ്ഞൊരു വീട് ആണല്ലോ. ആണ് പല വീടിന്റെ അവസ്ഥ അതാണ്. ഓനും ഭയങ്കര അസ്വസ്ഥൻ, തോറ്റുപോയി. ഉമ്മാക്ക് വലിയ സുഖമില്ല, ഉപ്പാക്ക് വലിയ സുഖമില്ല, വീട്ടിലായിരിക്കും. ഇതാണ് അധിക വീടിന്റെയും അവസ്ഥ. ദുനിയാവിന്റെ ഇതുപോലുള്ള പല വിഷയങ്ങൾ. ജോലി നഷ്ടപ്പെട്ടു, വീട്ടിൽ എല്ലാവർക്കും പ്രശ്നം. ആരും മുഖത്തൊരു സന്തോഷമില്ല. എന്ത് പറ്റി? ജോലി നഷ്ടപ്പെട്ടു, പരീക്ഷയ്ക്ക് തോറ്റുപോയി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മോൻ സുബഹിക്ക് പള്ളിയിൽ ഉണ്ടായിട്ടില്ല, മോൻ സുബഹിക്ക് പള്ളിയിലില്ല. ഏതെങ്കിലും വീട്ടിൽ അതിന്റെ പേരിൽ മൂകതയും മ്ലാനതയും നിറഞ്ഞൊരു വീട് കാണിച്ചു തരാൻ പറ്റും? ഒരൊറ്റ വീട്. അങ്ങാടിയിലേക്ക് ഉപ്പ വന്നു. ഉപ്പയോട് ചോദിക്കുകയാണ് ചങ്ങാതിമാർ, എന്ത് പറ്റി? മുഖത്ത് വലിയ സുഖമില്ലല്ലോ, എന്ത് പറ്റി? വല്ലാതെ ടെൻഷനിലാണല്ലോ ആള്. എന്റെ മോൻ സുബഹിക്ക് പള്ളിയിലെത്തുന്നില്ല എന്ന് പറയുന്ന പാപമാണ്. ഉമ്മാക്ക് വലിയ സുഖമില്ല, കിച്ചണില് എല്ലാ ദിവസത്തെയും പോലെയും പാചകം നടക്കുന്നില്ല, ഉമ്മ വല്ലാത്ത ടെൻഷനില്. ഭർത്താവ് വന്നിട്ട് ചോദിക്കാണ്, എന്ത് പറ്റി? ഇന്ന് വലിയ സുഖത്തിലല്ലല്ലോ ആള്, എന്താ ടെൻഷൻ പറ. ആ ഉമ്മ പറയാണ്, മോൻ ഇന്ന് 6 മണി വരെ കിടന്നുറങ്ങിയോ, സുബഹിക്ക് പള്ളിയിൽ പോയിട്ടില്ല.
എന്ന് പറയുന്ന ഉമ്മമാരെവിടെ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ദുനിയാവിനാണോ നമ്മൾ കളിച്ചിരിയാക്കിയത്, അതല്ല ദീനിനെയാണോ? ആർക്കൊരു ടെൻഷനുമില്ല, ഒരു ടെൻഷനുമില്ല. മക്കളെ വീട്ടിൽ കിടന്നുറങ്ങുക, സുബഹി നിസ്കരിക്കാതെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവിന് കൊടുക്കുന്ന, നമ്മൾ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ മോൻ വീട്ടിൽ ഫജ്റിന് പള്ളിയിൽ വരാതെ കിടന്നുറങ്ങാണ്. ബാപ്പാന്റെ മുഖത്ത് അതിന്റെ യാതൊരു പ്രയാസവും കാണാനില്ല, ഉമ്മാന്റെ മുഖത്ത് അതിന്റെ യാതൊരു പ്രശ്നവും കാണാനില്ല. ഉമ്മ അന്നത്തെ ദിവസം ഹാപ്പിയാണ്, ബാപ്പ അന്നത്തെ ദിവസം ഹാപ്പിയാണ്, കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. അന്നത്തെ ദിവസത്തിന്റെ പ്രിയപ്പെട്ട മോൾ ഫജ്ർ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 9 മണിക്കാണ് അവൾ എഴുന്നേറ്റത്, 10 മണിക്കാണ് അവൾ എഴുന്നേറ്റത്. അവൻ ഇന്നത്തെ ദിവസം നിസ്കാരം ഖദാക്കിയവനാണ്, നഷ്ടപ്പെടുത്തിയവനാണ്. അതിന്റെ ഒരു പ്രയാസവും ബാപ്പാന്റെ മുഖത്തില്ല, അതിന്റെ ഒരു പ്രശ്നവും ഉമ്മാന്റെ മുഖത്തില്ല. മനസ്സിലാക്കണം, അല്ലാഹു പറഞ്ഞു ദുനിയാവാണ് കളിയും തമാശയും എന്ന്. നമ്മൾ എന്തിനെ കളിയും തമാശയാക്കി? ദീനിനെ. അതേ സ്ഥാനത്ത് മോനെ മാർക്കി കൊഴിഞ്ഞു പോയി, ഭയങ്കര പ്രശ്നം, മോനെ ചീത്ത പറയലായി, മോനെ അടിക്കലായി, അല്ലെങ്കിൽ അവന് താക്കീത് ചെയ്യലായി, അവന് വെച്ച ഓഫറുകൾ പിൻവലിക്കലായി, എല്ലാ നിലക്കും ആ മോനെ ക്രൂരമാക്കി ക്രൂശിക്കലായി ആ കുടുംബം മുഴുവൻ. ഇതിന്റെ എന്തിനു കൊള്ളുവാണ്? നീ എന്തിനു പറ്റും? നീ എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ, നിനക്ക് നീ എന്തിനാ നീ ജീവിക്കുന്നത്? എന്താ ഒരു വിഷയം തോറ്റുപോയി, ദുനിയാവിന്റെ ഒരു വിഷയം തോറ്റുപോയി. അതേ സ്ഥാനത്ത് നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന മക്കളുള്ള വീട്ടിലെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ബാപ്പ സ്വസ്ഥമായിട്ട് ഉറങ്ങുക? എങ്ങനെയാണ് ഉമ്മ സ്വസ്ഥമായിട്ട് ആ വീട്ടിന്റെ അകത്ത് ജീവിക്കുക? നിസ്കരിക്കാത്ത മക്കൾ ഉറങ്ങുന്ന വീട്ടിൽ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് അത് കളിയും തമാശയുമാണ്. അതിനെ കളിയും തമാശയും ആക്കിയിട്ടില്ല എങ്കിൽ ദീനിനെ കളിയും തമാശയാക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് മോനെ നീ തോറ്റ കുഴപ്പമില്ല, ദുനിയാവല്ലേ, അടുത്ത പ്രാവശ്യം ജയിക്കാം, നോ പ്രോബ്ലം. ഇത് ദുനിയാവാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ ദുനിയാവും ആഖിറവും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സന്ദർഭമാണ്. മോൻ ആഖിറത്തിന്റെ വിശാലതയും ആഖിറത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയമാണത്. മോനെ, ഇത് ദുനിയാവാണ്, നിസ്സാരമാണ്. നീ ഇന്ന് തോറ്റെങ്കിൽ കുഴപ്പമില്ല, നീ ശരിക്കും പഠിക്കുക, അടുത്ത പ്രാവശ്യം നോക്കാം. അതേ സ്ഥാനത്ത് ഇന്നലെ നീ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങിയത്, അത് ഭയാനകമാണ് മോനെ, അത് പ്രശ്നമാണ്. അത് നിന്റെ ദുനിയാവിനെയും ആഖിറത്തിനെയും പൊളിച്ചു കളയുന്നതാണ്. അതൊരിക്കലും നീ ചെയ്യരുത്, അതൊരിക്കലും നീ ബാപ്പ സഹിക്കൂല. അതുകൊണ്ട് നീ നിന്റെ ഫജ്ർ പള്ളിയിലാക്കണം. ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം മോനെ, ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം. മോശമായ വസ്ത്രവും ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണുള്ള വീട് ബാപ്പാക്ക് ഒരു പ്രശ്നമില്ല. ഫോണിന്റെ മുമ്പിൽ, റീൽസിന്റെ മുമ്പിൽ തട്ടോട്ട് ആളുന്ന പെണ്ണിന്റെ ബാപ്പമാരെ താടി വെച്ച് പള്ളിയിൽ 1-ാമത്തെ സഫിൽ, യാതൊരു പ്രശ്നമില്ല ബാപ്പാക്ക്, അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ആ ഉമ്മ സന്തോഷവതിയാണ്, ആ ഉപ്പ സന്തോഷവാനാണ്. വീട്ടിനകത്ത് തോന്നിവാസിയായി ജീവിക്കുന്ന മകളുണ്ട് എന്ന യാതൊരു മനപ്രയാസവും ആ മനുഷ്യനില്ല. അതെ, അവർ ദീനിനെ ലഹുവാക്കി, ലൈബാക്കി, ദുനിയാവ് അവർക്ക് കാര്യമുള്ളതായി. അല്ലാഹു പറഞ്ഞു, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബുൻ വലഹ്വ. ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. ദുനിയാവിന്റെ വിഷയമാണോ? ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നു, സാരില്ല, പോട്ടെ, ദുനിയാവല്ലേ. എനിക്ക് ഞാൻ ഡിഗ്രി എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു. ജ്യേഷ്ഠൻ എന്തോ സംസാരിക്കുന്നതിനിടയിൽ ഉപ്പാനോട് പറഞ്ഞു, പത്രത്തിന് ഇംഗ്ലീഷിൽ മാർക്ക് കുറവാണ് ഇപ്രാവശ്യം. സത്യത്തിൽ പറഞ്ഞ ഞാൻ ബേജാറായി. ഉപ്പനെ അടുത്ത് എന്താ പറയാൻ പോകുന്നെന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്നും പറയാം, ബാപ്പയാണ്, താക്കീത് ചെയ്യാം, എന്തേ പഠിക്കാമെന്നല്ലേ, പഠിച്ചൂടെ, ഇംഗ്ലീഷ് എന്താ നിങ്ങൾക്ക് കിട്ടാത്തതാണോ, എന്തെല്ലാം പഠിച്ചു കൂട്ടുന്നു, അതിന്റെ ഇടയിൽ ഇതെന്താ വലിയ സംഗതിയാണോ, എന്തു പറയാം. ഞാൻ ഇങ്ങനെ നിൽക്കാണ്, എന്തെനിക്ക് പറയാൻ പോവാ. എല്ലാരും ഉണ്ട് അവള് ബ്രദേഴ്സ്. ഉപ്പ കുറച്ചു നേരം ഉണ്ടാണ്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഇംഗ്ലീഷ് അത് ദുനിയാവല്ലേ, ആഖിറത്തിന് എന്തെങ്കിലും വിഷയത്തിൽ തോന്നുന്നുണ്ടോ നോക്കിയാൽ മതി. ഹദീസിലോ ഖുർആനിലോ തഫ്സീറിലോ അതിന് മാർക്ക് കുറയുന്നുണ്ടോ നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ ഓർക്കുന്നു ആ നിമിഷം. വല്ലാത്ത ഖനമുള്ള വാക്കായിരുന്നു അത്.
വല്ലാത്ത കനമുള്ള വാക്ക്. ആഖിറം എത്രത്തോളം നമുക്ക് ബോധ്യമാവണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വാക്ക്. വിട്ടുകളാം, നേടിക്കോ, ദുനിയാവാണ്, കിട്ടിയാ കിട്ടി, പിടിക്കാൻ നോക്കിക്കോ, അല്ലെ? ദുനിയാവിന്റെ ശത്രുള്ളൂ, ഏന്തിക്കോ, ഒന്ന് കാല് ഒന്ന് ചേർത്ത് നോക്കിക്കോ, കേവ കിട്ടാണെങ്കിൽ പിടിച്ചോ, എടുത്തോ, ടെൻഷൻ അടിക്കണ്ട. അതേ സ്ഥാനത്ത് ആഖിറത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, ദീൻ പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, അല്ലാഹുവിനെ പഠിക്കുന്ന വിഷയത്തിൽ പോരായ്മ കാണിക്കാണ് മക്കളെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം അസ്വസ്ഥനാവണം, നാം അസ്വസ്ഥമാവണം. മോന് ഖുർആനാവാൻ കിട്ടുന്നില്ല, ടെൻഷൻ ആവണം. മാതാപിതാക്കൾ ടെൻഷൻ ആവണം. അല്ലാഹുവിന്റെ കലാം ഓതാൻ എന്റെ മോന് കഴിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് ഞാൻ ബാപ്പയായിട്ട്? എങ്ങനെയും മോനെ കൊണ്ട് ബോധിപ്പിക്കണം, എങ്ങനെയും മോനെ കൊണ്ട് പഠിപ്പിക്കണം. 5 വക്ത് കറക്റ്റ് പള്ളിയിൽ എന്റെ മോൻ നിസ്കരിക്കാൻ എത്തുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമസ്കാരത്തിൽ അവൻ ഗൗരവം കാണിക്കുന്നില്ല എങ്കിൽ, പിന്നെ ഞാൻ എന്ത് ബാപ്പയാണ്? നമ്മൾ ചിന്തിക്കണം. പിന്നെ ഞാൻ എന്തിനാണ്, എന്തർത്ഥമാണ് ഞാൻ എന്റെ മോനെ പോറ്റുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യക്കടലായ റസൂലുള്ളാഹ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവനും ഒരുപോലെ പറഞ്ഞു, മുഹമ്മദ് കാരുണ്യത്തിന്റെ ദൂതനാണ്. ലോകം മുഴുവനും ഒരുപോലെ പറഞ്ഞു. ആ പ്രവാചകനെ വെറുത്ത ശത്രുക്കൾ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പിന്നിൽ മുന്നിൽ മുട്ടുകുത്തി, അല്ലേ? ആദർശത്തിന്റെ പേരിൽ എതിർത്ത ശത്രുക്കൾ പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന് 100 മാർക്ക് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടം മുഹമ്മദിനെ, അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്രന്ഥം എഴുതിയ ഒരുത്തൻ, ഒരു നസ്രാണി, 100 വ്യക്തികളെ അദ്ദേഹത്തിന്റെ കിതാബിൽ, അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം കുറിച്ചു വെച്ചു. ലോകം സ്വാധീനിച്ച 100 വ്യക്തികൾ, ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികൾ, മനുഷ്യലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയ 100 വ്യക്തികൾ അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് അതിന് 1-ാം സ്ഥാനം നൽകി ആദരിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിമർശകന്മാര് ചോദിച്ചു ആ വ്യക്തിയോട്, എന്തേ ക്രിസ്ത്യാനിയായ നീ ഈസാ നബിക്ക് 4-ാം സ്ഥാനം കൊടുത്തു? അദ്ദേഹത്തിന്റെ ഓർഡറിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ 4-ാം സ്ഥാനത്ത് നിർത്തിയിട്ട് ക്രിസ്ത്യാനിയായ നീ എന്തേ മുസ്ലിമീങ്ങളുടെ നേതാവായ മുഹമ്മദിന് 1-ാം സ്ഥാനം കൊടുത്തു എന്ന് വിമർശകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പഠനത്തിൽ മതപരമായും രാഷ്ട്രീയപരമായും സ്വഭാവപരമായും മുഹമ്മദിനെ കവച്ചു വെക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ പഠനത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവരോടും ഒരുപോലെ കാരുണ്യം കാണിച്ച അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ ഒരു നേതാവിനെയും കണ്ടിട്ടില്ല, ആ നേതാവിന്റെ അനുയായികൾ ആ നേതാവിനെ സ്നേഹിക്കുന്നു. മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു അനുയായിയും സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ പ്രവാചകൻ അതുപോലെ ജീവിച്ചു സഹാബാക്കൾക്കിടയിൽ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 70. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം. മോനെ 7 വയസ്സായി, മോനെ നിസ്കരിക്കാൻ പോണേ, മോനെ ദുഹറായി നിസ്കരിച്ച. സ്കൂള് വിട്ടു വന്ന മോനോട്, മോനെ ദുഹർ എവിടുന്നാ നിസ്കരിച്ചത്, അസ്ർ എവിടുന്നാ നിസ്കരിച്ചത് ചോദിക്കണം, കൽപ്പിക്കണം, കൂടെ കൂട്ടണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദ്രിബൂഹും, നിങ്ങൾ അവരെ അടിക്കണം. ഒരൊറ്റ സന്ദർഭത്തിലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇല്ലാ ഹാദൽ മൗദിഅ, ഈ സന്ദർഭത്തിലല്ലാതെ. നിസ്കാരത്തിന്റെ വിഷയം റസൂൽ പറഞ്ഞു, ഫദ്രിബൂഹും, നിങ്ങൾ അവരെ അടിക്കണം. വഹും അബ്നാഉ 10, അവർ 10 വയസ്സായി കഴിഞ്ഞാൽ. 10 വയസ്സുള്ള മോനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. അതാണ് റസൂൽ പറയാ.
7 വയസ്സ് മുതൽ നമ്മളെ കൽപ്പിക്കാൻ തുടങ്ങി. 10 വയസ്സായിട്ട് നമുക്ക് ബോധം വന്നില്ല എന്നർത്ഥം. ഓനസ്കരിപ്പിക്കണം. സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല. ഉസ്താദേ, രക്ഷിതാക്കളുടെ സംസാരമാണ്. ഉസ്താദേ, കുറെ വിളിച്ചു, പിന്നെ ഞാനങ്ങ് പോയി. അടിച്ചു എഴുന്നേൽപ്പിക്കണം. നമ്മളെന്തിനാ അടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നത്? ഇല്ല പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു രീതിയില്ല. ഫജ്ർ നിസ്കാരത്തിൽ ചില മക്കള് നല്ല ഉറക്കിലേക്ക്, ചിലർക്ക് എത്ര വിളിച്ചാലും എഴുന്നേൽക്കാൻ പറ്റൂല. എത്ര വിളിച്ചാലും ഓൻ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. എങ്ങനെയും എഴുന്നേൽപ്പിച്ചിരുത്ത്, വെള്ളം കൊടയ, അവനെ പിടിച്ചിരുത്തി കസേര കൊണ്ടിരുത്തി നോക്കി, തലക്കലടിച്ച് നിർത്തി നോക്കി, എഴുന്നേൽക്കും. അല്ലാണ്ട് പിന്നെന്താ? മരിച്ചു കിടക്കല്ലോ, എഴുന്നേൽക്കും. പക്ഷെ അത്രയൊന്നും ചെയ്യാൻ നമ്മളില്ല. നമ്മുടെ വഴിയിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴും മോൻ ഉറക്കിലാണ്. യാതൊരു പ്രശ്നവുമില്ല നമുക്ക്. എത്ര മക്കളുണ്ട് ഈ ഇരിക്കുന്നവരുടെ വീട്ടിൽ? ഫജ്റിന് എത്ര പേരുണ്ടാവും മക്കളായിട്ട് ഇവിടെ? 7 വയസ്സ് കഴിഞ്ഞ മക്കൾ, 10 വയസ്സ് കഴിഞ്ഞ മക്കൾ. നോക്ക്, ചോദിച്ചാ എന്താ പറയാ? സദ്യ ഉറക്കത്തിലാണ്. എങ്ങനെ ഉറങ്ങാം നിങ്ങളുടെ വീട്ടിൽ സുബഹിസ്കരിക്കാണ്ട് മോൻ? അത്രയും നിഅമത്ത് തന്നിട്ട് എടുത്ത പള്ളി, അധികം അടുത്ത് വാഹനം, ഇല്ലാത്തവർ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ആളുകൾ. എങ്ങനെ ഉറങ്ങാം? എങ്ങനെ നിങ്ങൾ പള്ളിയിൽ വരിക മോനവിടെ കിടത്തിയിട്ട്? എങ്ങനെയാണ് നിങ്ങൾ മോനവിടെ കിടത്തിയിട്ട് പള്ളിയിലേക്ക് വരിക? മോൾ ഉറങ്ങുന്ന അവസ്ഥയിൽ ഉമ്മ എങ്ങനെയാ ഒറ്റക്കോട്ട് നിസ്കരിക്കുക? ഉമ്മാന്റെ നിസ്കാരം കഴിഞ്ഞു, ഉപ്പാന്റെ പള്ളിയിൽ പോയിട്ട് വരവും കഴിഞ്ഞു, മക്കൾ നല്ല ഉറക്കാണ്. ഓൻ ഇന്നലെ +2 എക്സാം ഉണ്ടായിരുന്നു, അതിന് 12-1 മണിയായി പഠിച്ചുറങ്ങിയിട്ട് അതുകൊണ്ട് സാറേ ഉറങ്ങി. എങ്ങനെ? എന്ത് സംസാരമാണ് പ്രിയപ്പെട്ടവരെ ഇത്? എന്ത് സംസാരമാണിത്? നിസ്കരിക്കാത്തവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എത്ര വീടുകളാണ് കാഫിരീങ്ങൾ ഉറങ്ങുന്ന വീടുകൾ? കാഫിറുകൾ എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കരിക്കാത്തവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ മയ്യിത്ത് കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മുസ്ലിം ഖബർസ്ഥാനിൽ അടക്കാനോ പാടില്ല. ആഖിറത്തിൽ അല്ലാഹു ആദ്യം ചോദിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് എല്ലാ അമലുകൾക്കും മുന്നിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, ആ നിസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതിൽ ആരെങ്കിലും വിജയിച്ചാൽ ഖദ് അഫ്ലഹ വ അൻജഹ്, അവൻ വിജയിച്ചു എല്ലാ വിജയവും. ഇനി ആരെങ്കിലും അതിൽ തോറ്റുപോയാൽ ഖാബ വ ഖസിർ, അവൻ എല്ലാ നിലക്കും പരാജയപ്പെട്ടു. നിസ്കാരം അടിസ്ഥാനമാണ്. തൗഹീദിനെ നിലനിർത്തുന്നത് നിസ്കാരമാണ്. ഈമാനിനെ നിലനിർത്തുന്നത് നിസ്കാരമാണ്. സ്വഭാവത്തെ നന്നാക്കുന്നത് നിസ്കാരമാണ്. സർവ്വതും നിസ്കാരമാണ്. എപ്പോഴാണ് നമുക്ക് തോന്നാന്നറിയോ? ദുനിയാവ് നമുക്ക് നിസ്സാരമായിട്ട് തോന്നണം, ലഹ്വും ലഇബുമായിട്ട് തോന്നണം. +2 എക്സാം ലഹ്വും ലഇബുമായിട്ട് തോന്നുമ്പോൾ നിസ്കാരം നമുക്കിത് സീരിയസ് ആയിട്ട് തോന്നും. ദുനിയാവിന്റെ മറ്റ് കളികളും രസങ്ങളും ലഹ്വും ലഇബുമായിട്ട് നമുക്ക് തോന്നിയാൽ, നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഫജ്ർ നിസ്കാരം പ്രധാനമുള്ളതായിട്ട് തോന്നും. അല്ലാഹു പറയാ, വലദ്ദാറുൽ ആഖിറതു ഖൈർ, പരലോക ജീവിതമാണ് ഖൈർ. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, സൂക്ഷ്മത ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ അങ്ങ് ജീവിക്കുന്നവർക്ക് ആഖിറത്തിൽ ഒരു ഖൈറുമില്ല. ആർക്കാണ് ഖൈറുള്ളത് ആഖിറത്തിൽ? സൂക്ഷ്മത പാലിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അഫലാ തഅഖിലൂൻ, അല്ലാഹു പറയാണ്, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ അൻകബൂത്ത് 64-ാമത്തെ ആയത്ത് നോക്കണം. ഒരേ വിഷയം അല്ലാഹു ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത്. അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹു വലഇബ്. ഒരുപോലെ ഖുർആൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ പോലെ ഈ കാര്യം തിരിയാൻ ഒരുപോലെ. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹ് وَإِنَّ الدَّارَ الْآخِرَةَ لَهِيَ الْحَيَوَانُ. ചെറിയൊരു മാറ്റം.
ഞാൻ നേരെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അതാണ് ജീവിതം. അല്ല പറയാണ് ദുനിയാവിന്റെ ജീവിതം വെറും കളിയും ചിരിയുമാണ്, ആഖിറം ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം ജനങ്ങളെ, അതാണ് ജീവിതം, യഥാർത്ഥ ജീവിതം. ബോധ്യപ്പെടുത്തുക, നമ്മളെ കേൾപ്പിച്ചോണ്ടിരിക്കുക. ഖുർആൻ ഓതി, സൂറത്തുൽ അൻആം ഓതി ഇങ്ങെത്തി, ഇങ്ങനെ വന്ന് അൻകബൂത്ത് എത്തിയപ്പോ പിന്നെ അത് ഉണർത്തുകയാണ് അല്ലെ, പിന്നെ അത് ഉണർത്തുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ റഅദ് അല്ലാഹു പറയാണ് അല്ലാഹു യബ്സുതുൽ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് വിശാലമാക്കി കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കുടുസാക്കി കൊടുക്കും. അത് അല്ലാഹുവിന്റെ തീർത്തും അല്ലാഹുവിന്റെ മശീയത്താണ്. നമ്മൾ എടുക്കാണെന്ന് ചിന്തിക്കണ്ട. റിസ്കിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞെടുത്തൊക്കെ അല്ലാഹു പറഞ്ഞത് ഇതാണ്, അല്ലാഹു യബ്സുതുൽ റിസ്ഖ, റിസ്കിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ആർക്ക്? ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവൻ, അവൻ ഉദ്ദേശിക്കുന്നവൻ. വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവൻ അവന് കുടുസാക്കും. ഇയാൾ ചെയ്യുന്ന അതേ പണി ഇയാൾ എടുക്കുന്നുണ്ട്, പക്ഷെ ഇയാൾ എങ്ങനെ സക്സസ് ആകുന്നില്ല, ഇയാളെ പൊസിഷനിൽ എത്തുന്നില്ല. അത് റിസ്ക്കാണ്. അയാൾക്ക് എഴുതിയതേ അയാൾക്ക് കിട്ടുള്ളൂ. ഒരുപോലെ പഠിച്ചു 2 പേർ, ഒരുപോലെ മാർക്ക്, എല്ലാം ഒരുപോലെ പാസ്സായി, ഒരുപോലെ റാങ്ക് വാങ്ങി, പക്ഷെ ഇവർക്ക് നല്ല ജോലി കിട്ടി, മറ്റവൻ എവിടെയോ താന്നുപോയി. എന്ത് പറ്റി? റിസ്ക്കാണ്, റിസ്ക് മുഖദ്ദറാണ്. അത് എഴുതപ്പെട്ടതേ കിട്ടും. നമ്മൾ ഒരുപോലെ പഠിച്ചോണ്ട് കിട്ടണമെന്നില്ല, ഒരുപോലെ കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല, ഒരേ സ്ഥലത്ത് ഷോപ്പിട്ടോണ്ട് കിട്ടണമെന്നില്ല. അത് റിസ്ക്കാണ്. അതല്ല തരണം, അതല്ല തരണം. എന്നിട്ടത് പറയാണ് വഫരിഹൂ ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ അവർ സന്തോഷിച്ചു, ദുനിയാവിന്റെ കാര്യത്തിൽ അവർ സന്തോഷിച്ചു. വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ, ആഖിറത്തിന്റെ വിഷയത്തിൽ ദുനിയാവ് കേവലം ഒരു ചരക്കാണ് കേട്ടോ. ആഖിറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദുനിയാവ് കേവലം ചരക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പ്രത്യേകം പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. നബിയെ, താങ്കളുടെ കണ്ണുകളെ പായിക്കേണ്ട നബിയെ, നോക്കേണ്ട നബിയെ, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ രസങ്ങൾ ഞാൻ നൽകിയ ആളുകൾ, ദുനിയാവിൽ സമൃദ്ധി നൽകിയ ആളുകൾ, ദുനിയാവിൽ പണക്കാരനായി അല്ലാഹു തീരുമാനിച്ച ആളുകൾ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ഞാൻ നൽകിയ ആളുകൾ ചുറ്റുപാടുമുണ്ട്. വലാ തമുദ്ദന്ന ഐനൈക, നീ നിന്റെ കണ്ണുകളെ അങ്ങോട്ട് നോക്കണ്ട നബിയെ. നബിയോടത് പറയാം. ഒരു ഭാഗത്ത് കിസ്ര, ഒരു ഭാഗത്ത് കൈസർ, ഒരു ഭാഗത്ത് അങ്ങനെ ചുറ്റുപാടും എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന്റെ കൽപ്പന ഒന്നും നോക്കണ്ട നബിയെ. ലിനഫ്തിനഹും ഫീ, അവർക്ക് ഞാൻ ദുനിയാവ് നൽകിയത് എന്തിനാണ്? പരീക്ഷിക്കാനാണ്. ഫിത്നയാണ് ദുനിയാവ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് തിരികെ വേണ്ട. നിങ്ങൾക്കുള്ളത് എന്താണ്? അല്ലാഹു പറയാണ് വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, വരിസ്ഖു റബ്ബിക, നിന്റെ റബ്ബിന്റെ റിസ്ഖാണ് നബിയെ, ഖൈറുൻ വഅബ്ഖാ, എന്നും കാലാകാലം നിലനിൽക്കുന്നതും ഖൈറും, അതാണ്. സ്വർഗത്തെ കുറിച്ച് എന്താ പറയാ? റിസ്ക് എന്താണ്? സ്വർഗമാണ്. അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും നോക്കിയിട്ട് ഞാൻ അങ്ങനെയായില്ലല്ലോ, ഞാൻ ഇങ്ങനെയായില്ലല്ലോ, എനിക്ക് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എങ്ങനെ ഞാൻ അവിടെ എത്തുന്നില്ലല്ലോ, ചിന്തിക്കേ ചെയ്യണ്ട. ഞാൻ കുറെ നാളെ കച്ചവടം ചെയ്യണം, പക്ഷെ ഇതുവരെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ പോകുന്നുണ്ടോ? ഏറ്റവും നല്ല അവസ്ഥ അതാണ്. അല്ലാഹു ദുനിയാവ് 2 കാര്യത്തിന് വേണ്ടി മാത്രമേ നൽകുള്ളൂ. പഠിച്ചു വെച്ച ദുനിയാവ് അല്ലാഹു 2 കാര്യത്തിന് വേണ്ടി മാത്രമേ നൽകുള്ളൂ. ഒന്നെങ്കിൽ അല്ലാഹു അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, ഇല്ലെങ്കിൽ അവൻ അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദുനിയാവിൽ സമ്പത്ത്, ദുനിയാവിന്റെ സൗകര്യങ്ങൾ അല്ലാഹു നൽകുന്നത് ഈ 2 കാര്യത്തിന് വേണ്ടി മാത്രമാണ്.
ഒന്നുകിൽ അള്ളാഹു അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് അള്ളാഹു പൈസ കൊടുക്കും, അവൻ വലിയ സമ്പന്നനാകും. അള്ളാഹുവിനെ ശിക്ഷിക്കാതെ ആരെ പോലെ? ഹാറൂനെ പോലെ. അള്ളാഹു ശിക്ഷിക്കാതെ തീരുമാനിക്കും. സമ്പത്ത് അധികരിച്ചു. നല്ല മനുഷ്യനായിരുന്നു ഹാറൂൻ, നല്ല മനുഷ്യനായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നടന്ന മൂസാ നബിയുടെ ശിഷ്യനാണ് ഹാറൂൻ. മൂസാ നബിയുടെ ശിഷ്യനാണ് ഹാറൂൻ, നല്ല മനുഷ്യൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി ദുആ ചെയ്തു. സമ്പത്തിന്റെ കൊടുമുടിയിലെത്തി ഹാറൂൻ. സമ്പത്തിന്റെ കൊടുമുടിയിലെത്തി, സമ്പത്തിന്റെ 7 ആകാശങ്ങളും കീഴടക്കി ഹാറൂൻ. അവന്റെ കുതിരപ്പുറത്ത് അവന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ, അവന്റെ പൂന്തോട്ടത്തിലേക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവൻ ഇങ്ങനെ ഇറങ്ങും. ആളുകൾ നോക്കിയിട്ട് പറയും, ഹാറൂന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയില്ലെങ്കിലും അടിപൊളിയായനെ, അടിപൊളി കാറിൽ സഞ്ചരിക്കുമ്പോ ഓനെപ്പോലെ അടിപൊളി നമുക്കും കിട്ടിയിരുന്നെങ്കിൽ, അവന്റെ ബിസിനസ് സാമ്രാജ്യം കാണുമ്പോൾ അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ചിലർ. ഹാറൂനെ കണ്ടപ്പോൾ ആഗ്രഹിച്ചതുപോലെ അവർ പറഞ്ഞു. ഖുർആൻ, വിശുദ്ധ ഖുർആൻ, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഹാറൂൻ, ഹാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്കും കിട്ടിയിരുന്നില്ല, എത്ര നന്നായി, എത്ര അടിപൊളിയാ, എന്ത് രസാ അല്ലേ? ആ സമയത്ത് ഇൽമുള്ളവർ പറഞ്ഞു, നോക്കിയേ, ആഗ്രഹിക്കണ്ട കേട്ടോ, ദുനിയാവാണ്. ഇൽമുള്ളവർ പറഞ്ഞു, ആഗ്രഹിക്കണ്ട, ദുനിയാവാണ്. ഹാറൂന്റെ അടുത്തേക്ക് സമ്പത്ത് വിരിക്കാൻ ആളെ അയച്ചു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഹാറൂൻ പറഞ്ഞു, ഇതെന്റെ മിടുക്ക് കൊണ്ട് ഞാൻ സമ്പാദിച്ചതാ, ഇതിന്റെ അധ്വാനവും എന്റെ മിടുക്കും എന്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും തരാൻ പറ്റൂല. മാറും. അവസ്ഥകൾ മാറിയാൽ മനുഷ്യൻ മാറും, 100% മാറും. മെഡിക്കൽ കോളേജിലേക്ക് മോളെ പറഞ്ഞയക്കാണ്, അടുത്തേക്ക് ദൂരെ എവിടെയോ പഠിക്കാൻ. ഇല്ലല്ല, എന്റെ മോള് നല്ല ദീനിയായിട്ട് വളർന്ന മോളാണ്, അതുകൊണ്ട് ബാംഗ്ലൂരിൽ പോയി വിചാരിച്ചിട്ടോ, ചെന്നൈ പോയി വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ രാജ്യത്ത് പോയി വിചാരിച്ചിട്ടോ എന്റെ മോക്കൊന്നും മാറാനൊന്നുമില്ല, എന്റെ മോൾ ഇതേപോലെ ഉണ്ടാവും, എന്റെ മോനൊന്നും പ്രശ്നമൊന്നും വരാനില്ല. മാറ്റം, അവസ്ഥകൾ മനുഷ്യനെ മാറ്റും. അത് എന്നെയും മാറ്റും, നിങ്ങളെ മാറ്റും. അതിനാണ് നമ്മൾ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ കൂടുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാറ്റും, 100% മാറ്റും. ഏതുപോലെ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ചൂടുവെള്ളം കൊണ്ടുവച്ചാൽ കുറച്ച് സമയം കൊണ്ട് ആ ചൂടുവെള്ളം ഈ അന്തരീക്ഷത്തെ തണുപ്പ് പോലെയായി മാറ്റും. ഖാറൂന് സമ്പത്തിന്റെ കൊടിമുടി മാറ്റി. നല്ല മനുഷ്യനായിരുന്ന ഖാറൂൻ, അവന്റെ ചിന്തകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നു, അവന്റെ ചലനങ്ങളിൽ മാറ്റങ്ങൾ വന്നു, അവന്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ അവന്റെ നാവുകളിലൂടെ വാക്കുകളായി പുറത്തു വന്നു. ഇത് ഖാറൂന്റെ സാമർത്ഥ്യം കൊണ്ടുണ്ടാക്കിയതാണ്. അല്ലാഹു പറയാ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് എന്റെ അടുക്കലുള്ള അറിവും എന്റെ മിടുക്കും കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അവലം യഅലം, അല്ലാഹു പറയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു ഖുവ്വതൻ വ അക്സറു ജംആ. എന്തേ മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലേ, ഇതിനേക്കാൾ വലിയ ശക്തന്മാരായ, ഇതിനേക്കാൾ അധികം സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയവരെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കിയത് നിങ്ങൾ കാണുന്നില്ലേ? ഇഷ്ടമുള്ള പറയാണ്, ഖാറൂൻ ഒരു ദിവസം അവന്റെ സമ്പത്തിൽ മതിമറന്ന് അവന്റെ കൊട്ടാരത്തിന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അവന്റെ ഉടയാടകൾ അണിഞ്ഞ് ജനങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഖാറൂൻ മനോഹരമായ അവന്റെ സമ്പത്തിന്റെ എല്ലാം പ്രകടമാക്കിക്കൊണ്ട് അവൻ കൊട്ടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങാണ്. അല്ലാഹു പറഞ്ഞു, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, ഖാറൂനെ ഞാൻ ഭൂമിയിലേക്ക് അവന്റെ കൊട്ടാരമടക്കം താഴ്ത്തി കളഞ്ഞു. ദുനിയാവിന്റെ വിജയവസാനം ഇതാണ്. അള്ളാഹു ശിക്ഷിച്ചു കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്തും ഖാറൂനിന്റെ കൊട്ടാരവും ഭൂമിയിലേക്ക് ആഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ ഖുർആൻ പറഞ്ഞത്? ഓതിപ്പെടാൻ, പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നിസ്കാരമില്ല, ദീനില്ല, ദീനിയായ പഠനമില്ല, ദീനിയായ ചിന്തയില്ല, ഈ കൂട്ടായ്മന്റെ കൂടെ കൂടാൻ താല്പര്യമില്ല. എന്താണ് ദുനിയാവിന്റെ പര്യവസാനം? ഖാറൂന്റെ പര്യവസാനമാണ്. രണ്ടാമത് പരീക്ഷണാർത്ഥം അല്ലാഹു പൈസ തരും. ആർക്ക് പൈസ കൊടുക്കണമെന്ന് അല്ലാഹുക്കറിയാം.
ആർക്ക് ദുനിയാവ് കൊടുക്കണമെന്ന് അള്ളാഹ്ക്കറിയാം. എങ്ങനെ പോയിട്ട് ഞാൻ നിർത്തേ ഉള്ളൂ. നിനക്കത് ഖൈറാണ്, നിനക്കത് ഖൈറാണ്. ഇന്നല്ലാഹ, ഒരായത്താണ്, ഇന്നല്ലാഹ ലതീഫുൻ ബിഇബാദിഹി, ഇന്നല്ലാഹ ലതീഫുൻ ബിഇബാദിഹി. അല്ലാഹുവിന്റെ അടിമകളോട് ലതീഫ, ലുതുഫുള്ളവനാണ്. മറ്റൊരു വിശദീകരണം, സൂക്ഷ്മമായി അറിയുന്നവനാണ്. സൂക്ഷ്മമായി അള്ളാഹു അടിമകളെ അറിയുന്നവനാണ്. എന്നിട്ട് അതെന്താ പറഞ്ഞറിയോ? ഇന്നല്ലാഹ ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവൻ അവന് റിസ്ക് നൽകുന്നു. അതായത് ആർക്ക് കൊടുക്കണം എന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ വിചാരിക്കും എനിക്ക് ഇങ്ങനെ എത്തുന്നില്ല, കാരണം താൻ ഒരുപാട് ദുആ ചെയ്തു, ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടൊന്നും ഞാൻ ആ പൊസിഷനിൽ എത്തുന്നില്ല. നിനക്കത് ഖൈറല്ല. ആ അവസ്ഥയിൽ നീ എത്തിയാൽ ഒരുപക്ഷെ നിന്റെ ദീന നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ നിന്റെ ആഖിറത്ത് നഷ്ടപ്പെട്ടേക്കാം. ഈ അവസ്ഥ, ഇപ്പോഴുള്ള ദീനിയായ നിന്റെ അവസ്ഥ, ഇപ്പോഴുള്ള ദീനിയായ പുരോഗതി ഒരുപക്ഷെ നിനക്ക് കൈമോശം സംഭവിച്ചേക്കാം. അതുകൊണ്ട് നിനക്ക് ഖൈറായ ഒരു പൊസിഷനിലാണ് അള്ളാഹു ഇപ്പൊ നിന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കീപ്പ് ചെയ്ത് ദുനിയാവും കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയിക്കോ. അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടക്കുമായിരുന്നില്ല. ആ ഹബീബിന്റെ അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ 7 ആകാശവും കടന്ന് ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനെ പോയി സന്ദർശിച്ച് സംസാരിച്ചു വന്ന ലോകത്തിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ല. പട്ടിണി, പട്ടിണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ക്ഷണിച്ചു, സൽക്കാരത്തിന് ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹം വ്യത്യസ്തങ്ങളായ ഘട്ടത്തിലുള്ള ഈത്തപ്പഴങ്ങൾ കൊലയോടെ പറിച്ചുകൊണ്ട് വെച്ചു. അതിൽ പഴുത്തതുണ്ട്, പച്ചയുണ്ട്. ഈത്തപ്പഴത്തിന് ഒരുപാട് കിസ്മുണ്ട്. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ ഘട്ടവും വ്യത്യസ്തങ്ങളായ രുചിയാണ്. അറബികൾ അതിനെ ഓരോ ഘട്ടത്തെയും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഉപയോഗിക്കും. അതിന്റെ തുടക്കത്തിലുള്ള ചവർപ്പ്, കുറച്ചു കഴിഞ്ഞാൽ ചവർപ്പും മധുരവും മിക്സായ ഒരവസ്ഥ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ചെറിയ അളം മധുരമുള്ള അവസ്ഥ, കുറച്ചു കഴിഞ്ഞാൽ പഴുത്ത അവസ്ഥ, ഉണങ്ങിയ അവസ്ഥ, ഒരുപാട് അവസ്ഥകൾ ഈത്തപ്പഴത്തിലുണ്ട്. ഈ സഹാബി അല്ലാഹു റസൂലെ ക്ഷണിച്ചു വ്യത്യസ്തങ്ങളായ ഈത്തപ്പഴം വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അല്ലാഹു റസൂല് ആയത്തോതിയത്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു നാളെ ആഖിറത്തിൽ ചോദിക്കും. ഏത് നിഅമത്ത്? പട്ടിണി കിടന്നവർ തിന്ന നിഅമത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ഓതിയ ആയത്താണ് ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായും നിങ്ങൾ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു നാളെ ആഖിറത്തിൽ ചോദിക്കും. പട്ടിണി കിടന്ന സഹാബാക്കൾ കുറച്ച് വ്യത്യസ്തങ്ങളായ ഈത്തപ്പഴം തിന്ന സമയത്ത് അല്ലാഹു റസൂൽ ഓതിയ ആയത്ത്. എന്താണ് നമ്മുടെ ഭക്ഷണം? അല്ലെ? സമൃദ്ധമായിട്ട് നമ്മൾ തിന്നാണ്, നിഅമത്താണ്. തീർച്ചയായിട്ടും അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയത്തക്ക എല്ലാത്തിനെയും ക്രമീകരിക്കണം. എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഉയർന്ന ഒരു പ്രദേശത്ത് നിന്നും അങ്ങാടിയിലേക്ക് നടന്നു വരിക, ചന്തയിലേക്ക് നടന്നു വരിക. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസ്സൂഖി ദാഖിലൻ മിൻ ബഅദിൽ ആലിയ. ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹു റസൂല് സൂഖിലേക്ക് കടന്നു വരികയാണ്. വന്നാസു കനഫൈഹി. ജനങ്ങൾ അല്ലാഹു റസൂലിന്റെ ചുറ്റുപാടുണ്ട്, നബിയുടെ കൂടെ സഹാബാക്കളുണ്ട്. നബി നടന്നു വരികയാണ്. ഫമർറ ബിജിദിൻ അസക്. അദ്ദേഹം പറയാണ്, ആ സമയത്ത് മയ്യിത്തിൻ, മരിച്ച ഒരു ആട്, ചെറിയ ചെവിയുള്ള ഒരു ആട് ചത്ത് കിടക്കുന്നുണ്ട്. ഒരു ആട്ടിന്റെ കുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. അതിനൊരു അയ്ബുണ്ട്. എന്താണ് അയ്ബ്? അതിന്റെ ചെവി ചെറുതാണ്. അസഖ് എന്ന് പറഞ്ഞാൽ
സഗീറുൽ ഉദുൻ, ചെറിയ ചെവിയുള്ള ഒരു ആട്. അപ്പൊ ഓൾറെഡി ചത്ത് കിടക്കുന്ന ഒരു ആടാണ്. ആ ചത്ത ആടിനും ഒരു ചെവി ചെറുതാണെന്ന് അഴിവുണ്ട്. സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം. നിങ്ങളിൽ ആരാണ് ഒരു ദിർഹമിന് ഈ ചത്ത ആട്ടിൻകുട്ടി എടുക്കാൻ തയ്യാറുള്ളത്? ആർക്കാണ് ഈ ആട്ടിൻകുട്ടി വേണ്ടത്? എത്ര പൈസ? ഒരു ദിർഹം. ഫഖാലു, ആ ചുറ്റുള്ള ആളുകൾ പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈ. നബിയെ, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. മാ ലനാ ലഹു ബിശൈ, നമുക്ക് ഒന്നിനും കൊള്ളൂല. നമുക്ക് എന്തിനാ ഒരു ദിർഹമിനാണെങ്കിൽ നമുക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് സഹാബകൾ പറയാണ്, വമാ നസ്നഉ ബിഹി, നമ്മൾ എന്താണ് അതുകൊണ്ട് ചെയ്യാ? നമുക്ക് കിട്ടിയ ഈ ചത്ത ഒന്നിനും കൊള്ളാത്ത ഈ ആട് നമുക്ക് കിട്ടിയിട്ട് എന്താ ചെയ്യാ? ഒന്നിനും തിന്നാൻ പറ്റോ? ഇല്ല, വിൽക്കാൻ പറ്റോ? ഒന്നിനും കൊള്ളൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിച്ചു, അതുഹിബ്ബൂന അന്നഹു ലക്കും, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് വെറുതെ തരുന്നത്, പൈസക്കല്ല, ദിർഹം ഒഴിവാക്കി. എന്നിട്ട് അത് പറയാം, അതാണ് റസൂൽ പറയാണ്, അതുഹിബ്ബൂന അന്നഹു ലക്കും, അത് നിങ്ങൾ വെറുതെ എടുത്തോ നിങ്ങളോട് പറയാണ്. ആ ചത്താട്ടുകുട്ടി നിങ്ങൾ വെറുതെ എടുത്തോ നിങ്ങൾ പറയാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾക്ക് വേണോ? അപ്പൊ സഹാബാക്കൾ അവർ പറഞ്ഞു, വല്ലാഹി ലൗ കാന ഹയ്യൻ ലകാന ഐബൻ ഫീ. നബിയെ, അതിനിപ്പോ ജീവനുള്ള ഒരു ആടാണെങ്കിൽ നമുക്ക് വേണ്ട, കാരണം അതിന്റെ ചെവി ചെറുതാണ്, ഐബുള്ള ആടാണ്, അതിനൊന്നിനും കൊള്ളൂല. കച്ചവടക്കാരെ സഹാബാക്കൾ പറയാറില്ലേ അല്ലെ? നല്ല അടിപൊളി കാർ ഇഞ്ചിക്കേടായിട്ട് നമുക്ക് തന്ന വെറുതെ നമ്മ അല്ല നന്നാക്കാൻ പറ്റാത്ത അല്ലെ? ഉദാഹരണം നിങ്ങൾ ഇറങ്ങി പറയണ്ടേ? അല്ലെ സുഖ. സഹാബാക്കൾ അതേപോലെ പറഞ്ഞു, അവർ ആടിനെയും ഒട്ടകത്തെയൊക്കെ പരിപാലിച്ച് വിറ്റ് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അവരോടാണ് റസൂൽ ചോദിക്കുന്നത്. അവര് പറഞ്ഞു, ലകാന ഹയ്യൻ, നബിയെ, ഇത് ജീവനുള്ള ആടാണെങ്കിൽ തന്നെ നമുക്ക് വേണ്ട, കാരണം ഇതിന്റെ ചെവി ചെറിയതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയാണ്, വല്ലാഹി വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലിദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നിങ്ങൾക്ക് ഈ ചത്ത ചെവി ചെറുതായ ഈ ആടിനെ എങ്ങനെയാണോ നിങ്ങൾക്ക് മുമ്പിൽ ഇതുള്ളത്, അതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ദുനിയാവ്. ജീവനുണ്ടെങ്കിലും പോലും നബി നമുക്ക് വേണ്ട. എങ്ങനെ നമുക്ക് വേണ്ട എന്ന് സഹാബാക്കൾ ഉപേക്ഷിച്ച പ്രധാന റസൂൽ പറയാണ്, ഈ ആടിന് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനേക്കാൾ നിസ്സാരവും വേണ്ടാത്ത ചണ്ടിയുമാണ് ദുനിയാവ് അല്ലാഹുവിന്റെ മുന്നിൽ. ഈ ദുനിയാവിനെയാണ് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പേറി നടക്കുന്നത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ളഹാഖ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു. ളഹാഖ് ഇബ്നു സുഫിയാനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയാണ്, യാ ളഹാഖ് മാ തആമുക, ളഹാഖ് നീ എന്താണ് തിന്നത്, എന്താണ് നിന്റെ ഇന്നത്തെ ഭക്ഷണം? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ-ലഹ്മു വൽ-ലബൻ, നബിയെ, ഇന്ന് ഞാൻ ഇറച്ചി തിന്നു, പാല് കുടിച്ചു. നല്ല ഫുഡ് അല്ലെ? അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞു, ഇറച്ചി തിന്നു, പാല് കുടിച്ചു. നോക്കണം, അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളെ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന രീതികൾ നോക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖാല സുമ്മ യസീറു ഇലാ മാദാ, എന്നിട്ട് ഇപ്പൊ നീ ഭക്ഷണം കഴിച്ചു, നല്ല ഇറച്ചി തിന്നു, നല്ല പാല് കുടിച്ചു, അടിപൊളിയായി. സുമ്മ യസീറു ഇലാ മാദാ, എന്നിട്ട് ഇപ്പം ആ ഭക്ഷണം എന്തായി നിന്റെ ശരീരത്തിലേക്ക് എത്തിയല്ലോ, അതിനുശേഷം എന്തായി? അന്നേരം ളഹാഖ് ഇബ്നു സുഫിയാൻ പറയാണ്, ഇലാ മാ ഖദ് അലിംത, നബിയെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം എന്താവും? വേസ്റ്റാവും. ഇലാ മാ ഖദ് അലിംത, നബിയെ, താങ്കൾക്ക് അറിയുന്ന പോലെ തന്നെ എന്താണോ അതാവാ തന്നെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്നല്ലാഹ തആല ضرب ماذا يخرج من ابن آدم مثلا للدنيا. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവനിഷ്ടമുള്ള, അവനെ രസിപ്പിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണം അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വൃത്തികെട്ട മലിനമായിട്ട് പുറത്തു പോകുന്നത് പോലെയാണ് ദുനിയാവ്. നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും വലിയ രസം തോന്നും, അതിന്റെ അവസാനത്തെ അവസ്ഥ ഇതാണ്. റസൂൽ സഹാബാക്കളുടെ മനസ്സിൽ ദുനിയാവിനെ ചെറുതാക്കി നിസ്സാരമാക്കി കൊണ്ടുവന്നിരുന്നു.
നിസ്സാരമാക്കി. അപ്പോഴാണ് അവർക്ക് ബദറിലേക്ക് ഇറങ്ങാൻ ശൗര്യം കിട്ടിയത്. അപ്പോഴാണ് അവർക്ക് ഉഹദിൽ യുദ്ധം ചെയ്യാൻ അവർക്ക് ആവേശം കിട്ടിയത്. അപ്പോഴാണ് അവർക്ക് യുദ്ധവും ദീനും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ ആയത്തിറങ്ങുമ്പോ അത് ഉടനെ തന്നെ അമലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പ്രചോദനമായത് ഹൃദയത്തിന്റെ ഉള്ളിൽ അവരുണ്ടാക്കിയ ദുനിയാവിനോടുള്ള നിസ്സാരതയാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ ദുനിയാവിനെ ദുനിയാവായിട്ട് കാണുക, ദീനിനെ ദീനായിട്ട് കാണുക. ഒപ്പം കൊണ്ടുപോകാന്നുള്ള ഉഡായിപ്പ് പരിപാടിക്ക് നിൽക്കരുത്. ദീന് മുമ്പിൽ, അതിന്റെ ബേക്കിൽ എവിടെയോ ദുനിയാവ്. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ആഖിറം ആരെങ്കിലും പ്രധാനമുള്ളതാക്കിയാൽ മൻ കാന ഹമ്മഹു അൽ ആഖിറ, ആരുടെയെങ്കിലും ഹമ്മ്, മെയിൻ ലക്ഷ്യം അത് ആഖിറമാണെങ്കിൽ ഫർജമഅല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വജഅല ബൈന ഐനൈഹി ഗിനാ, അവന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിൽ അല്ലാഹു ഐശ്വര്യത്തെ എഴുതുന്ന. എപ്പോ എവിടെ നോക്കിയാലും നമുക്ക് തൃപ്തി. എങ്ങനെ ഡോക്ടറൊക്കെ എന്തുണ്ട്, ജീവിതമൊക്കെ എങ്ങനെ. അവന്റെ മുമ്പിൽ എപ്പോഴും ഐശ്വര്യം കാണണവൻ. അള്ളാഹു അങ്ങനെയാക്കും. എവിടെയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നൂല. പറയാണ് ദുനിയാവ് അവന്റെ അടുക്കലേക്ക് നിഴല് പോലെ അവന്റെ കാൽക്കീഴിലേക്ക് ദുനിയാവ് വരും. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ ജഅല ദുനിയാ ഹമ്മഹു, ആരെങ്കിലും ദുനിയാവിനെ അവന്റെ മെയിൻ ലക്ഷ്യമാക്കി വെച്ചാൽ ഫറഖല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ശിഥിലമാക്കി കളയും. ജഅല ബൈന ഐനൈഹി ഫഖറാ, അവന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിൽ അല്ലാഹു ദാരിദ്ര്യത്തെ എഴുതി വെക്കും. എങ്ങോട്ട് നോക്കിയാലും അടങ്ങാറ്, എങ്ങോട്ട് നോക്കിയാലും പുഴജാറ്. ഞാൻ കുടുങ്ങി പോവും, എന്റെ അത് നഷ്ടപ്പെട്ടു പോവോ, എന്റെ നഷ്ടപ്പെട്ടു പോവോ, എന്റെ ജോലി പോവോ, എന്റെ കച്ചവടം കുറഞ്ഞു പോവോ, എന്റെ ബിസിനസ്. എവിടെ നോക്കിയാലും ആൾക്ക് ബേജാർ. കാരണം അവന്റെ ദുനിയാവിനവൻ അവന്റെ മേൽ ലക്ഷ്യമാക്കി. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, അവന് ഇല്ലാ മാ കതബല്ലാഹു ലഹു, അവൻ അല്ലാഹു എഴുതിയതല്ലാതെ വേറൊന്നും അവന് കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ദീനിന് പ്രാധാന്യം കൊടുക്കുക. മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം ദീനിന്, ഒന്നാം സ്ഥാനം ദീനിന്. അതിനുശേഷം ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തെ പ്രധാനമായിട്ട് കാണുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതിനുള്ള ഇൽമും അറിവും യോഗ്യതയും അർഹതയും അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിനുവേണ്ട വഴികൾ എന്താണോ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, അല്ലാഹു പറഞ്ഞതാണ്, ആര് എന്റെ വഴിയിൽ പരിശ്രമിക്കുന്നുവോ അവൻ അള്ളാഹു വഴി തുറന്നു കൊടുക്കും. ആ വഴിയിലേക്ക് മനക്കെട്ടിറങ്ങുന്നവന് ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ വഴികൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുക. തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ കൈപിടിച്ച് നമ്മളെ കരക്ക് കയറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.